ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല രുചിയുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. ഇത് ബീഫ് വെച്ചുണ്ടാക്കുന്നതാണ്. ഉപ്പിൽ വെന്ത ബീഫ് കറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് കൊച്ചി ഭാഗത്തൊക്കെ ചെന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു അടിപൊളി ഒരു കോമ്പിനേഷനാണ്. പുട്ടിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയാണ് ഈ ഒരു കറി നല്ല രുചി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം. ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി നെയ്യുള്ള ഇറച്ചിയാണ് ഇങ്ങനത്തെ കറി വെക്കാനായിട്ട് നല്ലത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഇറച്ചിക്ക് അധികം നെയ്യ് ഉണ്ടായിരുന്നില്ല. ഈ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു 10-20 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പകരം സവാളയാണ്, അധികം പേരും ചേർക്കുന്ന സവാളയാണ്. സവാള ചേർത്താലും മതി. ഞാനിപ്പോൾ ചെറിയുള്ളി എടുത്തു എന്ന് മാത്രം. പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചിയും 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അവനവൻ്റെ എരിവിനനുസരിച്ച് എടുക്കാം. ഇത്ര മാത്രം സാധനങ്ങളെ ഈ കറി വെക്കാൻ ആവശ്യമുള്ളൂ. ബീഫ് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. പകരം സവാള ചേർത്താലും മതി. ഉള്ളിയും ആ പച്ചമുളകും ഒന്ന് നെടുകെ കീറിയിടാം. അതുപോലെ ഇഞ്ചി ഒന്ന് ചതച്ചിടാം. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ ഇതിലേക്കിപ്പോൾ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല നെയ്യുള്ള ഇറച്ചിയാണെങ്കിൽ ഈ വെളിച്ചെണ്ണ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിങ്ങനെ ഞെരടിയെടുക്കണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് നല്ല കുറച്ച് ബലം കൊടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ബീഫ് വേവിക്കുമ്പോൾ അതിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരും. പക്ഷേ ഈ കറിയുടെ ഒരു പ്രത്യേകത ഇതിന് കുറച്ച് ലൂസായിട്ട് ഇച്ചിരി വെള്ളത്തോട് കൂടിയാണ് ഈ കറി ഇരിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ച് നമ്മൾ വേവിക്കുമ്പോൾ കുക്കറിന് എത്ര വിസിൽ വേണം എന്നുള്ളത് അപ്പോഴാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. എന്തായാലും നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോഴാണ് ഇത് രസമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. കറി റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇത് പുട്ടിനും ബ്രെഡിനും മാത്രമല്ല ചോറിൻ്റെ കൂടെ കൂട്ടാനും നല്ലൊരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്